പുനരധിവാസ പ്രവർത്തനങ്ങൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പ്രയാസം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള ലാൻഡ് ലഭ്യമാക്കുന്നില്ല. വീട് കോൺഗ്രസ് പാർട്ടി 100 വീട് ഓഫർ ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഏതാണ്ട് 50ഓളം വീടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ് ഓഫർ ചെയ്തു. അപ്പോൾ ഇതെല്ലാം പ്രായോഗികമാവണമെങ്കിൽ അതിന് ഭൂമിയുടെ ലഭ്യതയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. കാരണം വയനാട്ടിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ 13ഓളം വില്ലേജുകൾ പരിശീലന പ്രദേശങ്ങളാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആവശ്യത്തുള്ള ഭൂമി കണ്ടെത്തി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ. അതുപോലെ ഇവിടെ റിലീഫ് പ്രവർത്തനങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് നടത്തുന്നത്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾക്കും ലോക്കൽ ബോഡീസിനൊരു പ്രാധാന്യം കൂടുതൽ വേണമെന്നാണ് പൊതുവായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള അഭിപ്രായം. കാരണം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നേരിട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്കതിൽ വിരോധമില്ല, സ്വാഗതം ചെയ്യുന്നുണ്ട്, അതിനോട് ഞങ്ങൾ സഹകരിക്കുന്നു. പക്ഷേ ലോക്കൽ ബോഡിക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കണം എന്നാണ് പൊതുവെയുള്ള ഒരു പ്രതികരണം. നിലവിലെ രക്ഷാപ്രവർത്തനത്തിനെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും സഹകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം സ്ലോഗൻ നമ്മൾ എന്നുള്ള സ്ലോഗനാണ് എല്ലാവരും ഉയർത്തുന്നത്. പക്ഷേ അത് നാളെ ആരും ഞങ്ങളാക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ആ ജില്ലാ ഭരണകൂടം നിലവിലെ ഇന്നലത്തെ ഒരു ഭക്ഷണത്തിന്റെ വിഷയമൊക്കെ അല്ല, അത് വൈറ്റ് ഗാർഡ് ഏറ്റവും നല്ല രീതിയിൽ സേവനം നടത്തുകയും അവരെ സംശയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ദൗർഭാഗ്യമാണ്. ഞാൻ പറഞ്ഞ എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങേണ്ട സ്ഥാനത്ത് വൈറ്റ് ഗാർഡിന്റെ സേവനം ഇവിടെ യൂത്ത് കോൺഗ്രസും മറ്റെല്ലാ സന്നദ്ധ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഭക്ഷണശാല പൂട്ടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായത് ഇതിൻ്റെ ഇടയിൽ ഒരു കല്ലുകടിയായിട്ട് അവശേഷിക്കും.